സിനിമാ ലോകത്തെ മനോഹരമാക്കുന്നത് അതിലെ പാട്ട് വിശേഷങ്ങൾ കൂടിയാണ്. IFFK വേദിയിലെ പാട്ട് വർത്തമാനങ്ങളിലേക്ക് കടന്നാലോ? ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. എൻ്റെ ആദ്യത്തെ IFFK അനുഭവം എന്ന് പറയുന്നത് എനിക്ക് 2011-12 ആ സമയത്ത് എങ്ങാണ്ടാണ്. അപ്പോൾ എനിക്ക് 18 വയസ്സൊന്നും ആയിട്ടില്ല. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു പാസിൽ കള്ളപ്പാസ് പോലെ അങ്ങനെയാണ് കയറി സിനിമകൾ കാണുന്നത്. അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ വരും. നമ്മുടെ അപ്പോഴിവിടെ ടാഗോർ ഇല്ല, കൈരളി തിയേറ്ററാണ്. കൈരളി തിയേറ്ററിൻ്റെ ആ സ്റ്റെപ്പിലിരുന്നിട്ട് അവിടെ പടങ്ങളൊക്കെ കാണുക. ഇവിടോട്ട് വരുമ്പോൾ 2024 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഫെസ്റ്റിവലും മാറി, ഞാനും മാറി. ഇപ്രാവശ്യം വന്നിട്ടുള്ള മലയാള സിനിമകളെല്ലാം നല്ല നിലവാരമുള്ള മലയാള സിനിമകളായിരുന്നു. ഇപ്പം പാൻ ഇന്ത്യൻ സ്റ്റോറി ആയാലും വിക്ടോറിയ ആയാലും ഫെമിനിസ്റ്റ് ഫാത്തിമ ആയാലും ഇപ്പം അപ്പുറം, അങ്ങനെ മലയാള സിനിമകൾ എന്താണ് വേറൊരു റേഞ്ചിലേക്ക് എത്തിയ ഒരു വർഷമാണ് 2024 എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നേരത്തെ ഞാനിവിടെ വരുമ്പോൾ നമ്മളെവിടെയെങ്കിലും ഒരു മൂലയ്ക്കിരിക്കും, പടങ്ങൾ കാണും, തിരിച്ചു പോകും എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ പാട്ടുവർത്താനം തുടങ്ങിയതിന് ശേഷം IFFKക്ക് വന്നപ്പോൾ നമ്മൾ വെറുതെ ഒരിടത്ത് നിന്നാൽ പോലും പലരും വന്ന് സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, നമ്മളെ വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പാട്ടുവർത്താനം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആവുന്നു. അപ്പം വീഡിയോസ് ചെയ്യുന്നതൊക്കെ കുറവാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പുതിയ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്നുള്ളൊരു തെരച്ചിലാണ്. ഫിൽമി ടോക്സ് എന്ന് പറയുന്ന സിനിമകളെ പറ്റി സംസാരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. പാട്ടുവർത്താനം പാട്ടുകളെ പറ്റി സംസാരിക്കുന്നു. പക്ഷേ ശരിക്കും ഇതിനൊക്കെ മുന്നേ ചെയ്തത് ഡയറക്ഷനാണ്. കുറച്ച് ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ ആയപ്പോഴാണ് നമുക്കൊരു മോണിറ്ററി എന്തെങ്കിലും വേണം എന്നുള്ളൊരവസ്ഥയിലാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും പിന്നെ പാട്ട് വർത്താനത്തിലോട്ട് അത് എത്തുന്നതും ഒക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും നേരത്തെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ഡയറക്ഷൻ പരിപാടികൾ എന്തെങ്കിലും നോക്കണം എന്നാണ് അടുത്ത ഒരു ആഗ്രഹം. ഞാനിവിടെ നിന്ന് ഓരോ തവണ IFFK കണ്ടിറങ്ങുമ്പോഴും അടുത്ത വർഷം നമ്മളെ പടം ഇവിടെ വരണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത്. 14 വർഷമായി ഇതുവരെ ഒന്നും നടന്നില്ല. ഫെസ്റ്റിവൽ പടം ചെയ്യുക അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പടം ചെയ്യുക അങ്ങനെയല്ല, പടം എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് നമ്മളെ മൈൻഡിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ അതിനൊരു റൈറ്റ് ടൈം വരുന്നത് അപ്പം കാര്യങ്ങൾ നടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യുന്ന ഒരാളല്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാണോ വരുന്നത് അതുപോലെ അങ്ങ് പോയി. ഇപ്പോൾ ഒരു 2 കൊല്ലം മുമ്പാണെങ്കിൽ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ ആളുകൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഫേസായിട്ട് മാറുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. എനിക്കൊണ്ട് സ്വന്തമായിട്ടൊരു പടം ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല പാട്ടുകൾ വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇപ്പം ചിലർ പറയാറുണ്ട് പണ്ടത്തെ പാട്ടുകളാണ് പാട്ട്, ഇപ്പോഴത്തെ പാട്ടുകളൊന്നും പാട്ടല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് പൂർണ്ണമായിട്ടൊരു യോജിപ്പില്ല. കാരണം സിനിമ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. പണ്ട് പാട്ടുകൾക്ക് മാത്രമായിട്ടൊരു മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ കാസറ്റ് ആണെങ്കിലും CD ആണെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക മാർക്കറ്റ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു യൂട്യൂബും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസും ഒക്കെയാണ്. അതൊരു പാട്ടുകൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിനിമയുടെ ബിസിനസ്സിനെ അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഘടകമായിട്ട് പാട്ടുകൾ മാറിയിട്ടുണ്ട്. മുന്നത്തെ കാലത്ത് പാട്ട് സെപ്പറേറ്റ് ഒരു ബിസിനസ് തന്നെ ആയിരുന്നു. സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ അതിൽ നല്ല പാട്ടുകൾ വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. രാജാ സാറോ വിദ്യാജിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം.